പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഏപ്രിൽ 1 മുതൽ WWE വീക്കിലി എപ്പിസോഡ്സായ റോ, സ്മാക്ഡൗൺ, NXT അതുപോലെ തന്നെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് റെസൽമേനിയ, റോയൽ റംബിൾ, സമ്മർ സ്ലാം, സർവൈവർ സീരീസ് തുടങ്ങി എല്ലാ സ്പെഷ്യൽ ഷോകളും നമുക്ക് ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇപ്പോഴും പലർക്കും സംശയമുണ്ട് സോണി ചാനലുകളിൽ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുമെന്നുള്ളത്. ടെലികാസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോണിയുമായിട്ടുള്ള ഡീല് മാർച്ച് 31 അവസാനിക്കും. ഏപ്രിൽ 1 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ മാത്രമായിരിക്കും WWE ഷോകൾ കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് റെസ്ലിംഗ് ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും ചൂടേറിയ വാർത്തയെ സംബന്ധിച്ചാണ്. TNA റെസ്ലിംഗിൻ്റെ മുൻ നോക്കൌട്ട്സ് ചാമ്പ്യനും TNA റെസ്ലിംഗിൻ്റെ നിലവിലെ ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറും വുമൻസ് ഡിവിഷൻ്റെ ക്രിയേറ്റീവ് ഹെഡും ആയിരുന്ന ഗെയിൽ കിം എന്ന് പറയുന്ന ലെജൻഡറി റെസ്ലറിനെ TNA റെസ്ലിംഗ് പുറത്താക്കിയിരിക്കുന്നു. ആ താരം ഇപ്പോൾ റെസ്ലിംഗിൽ നിന്ന് മാറി നിന്ന് ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജ് റോൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ TNA റെസ്ലിംഗിൻ്റെ നോക്കൌട്ട്സ് ഡിവിഷൻ അഥവാ വുമൻസ് ഡിവിഷനെ ഏറ്റവും കൂടുതൽ സഹായകമായിരുന്ന റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവരും ബഹുമാനത്തോട് കൂടി കണ്ടിരുന്ന വ്യക്തിത്വത്തിന് ഉടമയായ ഗെയിൽ കിമിനെ TNA റെസ്ലിംഗ് പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത ആളുകൾ കേട്ടത് വളരെ ഞെട്ടലോടെയായിരുന്നു. ഗെയിൽ കിമിനെ TNA റെസ്ലിംഗ് ഒരിക്കലും പുറത്താക്കില്ല എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു എല്ലാ റെസ്ലിംഗ് ആരാധകരും ഉണ്ടായിരുന്നത്. ഞാനടക്കം ഗെയിൽ കിം എന്ന് പറയുന്ന റെസ്ലറിനെ TNA റെസ്ലിംഗ് പുറത്താക്കി എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടായത്. അത്രത്തോളം ബാക്ക് സ്റ്റേജ് റോളുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്, റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാവരും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വുമൺ റെസ്ലർ കൂടിയാണ്. വുമൻസ് ഡിവിഷന് യുവതാരങ്ങൾക്കൊക്കെ വേണ്ടി കുറേയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന താരങ്ങളിൽ ഒരാളാണ്. ആ താരത്തെയാണ് TNA റെസ്ലിംഗ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. പുറത്താക്കാനുള്ള കാരണം കമ്പനി റീസ്ട്രക്ചർ ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മിക്കവാറും ഗെയിൽ കിം NXT ബ്രാൻഡിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം TNA റെസ്ലിംഗിൽ നിന്ന് ഇപ്പോൾ ഒട്ടനവധി പേര് NXTയിലേക്ക് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായി ഒരു ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറായി ഗെയിൽ കിമിനെയും NXTയിൽ വൈകാതെ കാണാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നടന്ന എൽ ഗ്രാൻഡെ അമേരിക്കാനോ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ആ മാസ്കിന് പിറകിലുള്ളത് അത് ചാഡ് ഗേബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചാഡ് ഗേബിളുടെ ഈ ഒരു പുതിയ ക്യാരക്ടർ വർക്ക് അതുപോലെ തന്നെ താരത്തിൻ്റെ ഇന്നലത്തെ റോ എപ്പിസോഡിലെ മത്സരം അത് ബാക്ക് സ്റ്റേജിൽ വലിയ രീതിയിലുള്ള പ്രശംസ നേടിക്കൊടുത്തിട്ടുണ്ട്. ചാഡ് ഗേബിളിൻ്റെ മത്സരങ്ങൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള ഒരു പ്രശംസ കിട്ടാറുണ്ട്. അത് ഒരു നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയല്ല. എന്നാൽ ഡ്രാഗൻ ലീ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള ഒരു കാര്യമാണ്. ഡ്രാഗൻ ലീക്ക് ചാഡ് ഗേബിളിനെ പോലെയുള്ള ഒരു റെസ്ലറിൻ്റെ ക്യാരക്ടറിനെതിരെ ഇത്രയും മികച്ചതായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ താരത്തിൻ്റെ ടാലൻറ്റ് എത്രത്തോളം എങ്ങനെയുള്ളതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിക്കുള്ളിൽ കുറേയധികം പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഡ്രാഗൻ ലീയും ചാഡ് ഗേബിളും റോ പോലെയുള്ള ഒരു വീക്ക്ലി എപ്പിസോഡിൽ ഇത്രയും മികച്ചൊരു മത്സരം കാഴ്ചവെച്ചു എന്നുള്ളതാണ് ബാക്ക് സ്റ്റേജിൽ അവർക്ക് വലിയ പ്രശംസ കിട്ടാനുള്ള കാരണം. ഇതിനെ തുടർന്ന് എൽ ഗ്രാൻഡെ അമേരിക്കാനോയുടെ കൂടുതൽ സെഗ്മെൻറ്റുകൾ ഇനി വരുന്ന റോ എപ്പിസോഡിലും LWO എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെതിരെയുള്ള ചാഡ് ഗേബിളിൻ്റെ സ്റ്റോറി അവർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നുള്ള ഒരു വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇനി വരുന്ന ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. നാലാമത്തെ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. റസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ വർഷത്തെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് ജൂൺ മാസത്തിൽ വെച്ച് നടക്കാനാണ് സാധ്യത കൂടുതൽ. ഈ ജൂൺ മാസത്തിൽ വെച്ച് നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഡേറ്റിനെ സംബന്ധിച്ച് ഒരു കൺഫർമേഷൻ ലഭിക്കുന്നില്ല. പക്ഷേ ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ ഈ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കാൻ സാധ്യത എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇത് നടക്കാൻ പോകുന്ന എറീന റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട അതേ സെയിം എറീനയിൽ വെച്ചിട്ടായിരിക്കും ഇപ്രാവശ്യത്തെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റും എന്നുള്ളതും റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ റെസൽമേനിയ കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് ആകാൻ സാധ്യതയുള്ളത് മണി ഇൻ ദ ബാങ്ക് ആണ്. അത് വലിയൊരു ഷോ ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു വർഷവും നടത്താൻ പോകുന്നത്. അപ്പോൾ കിടിലൻ സർപ്രൈസുകളും അതുപോലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് അലക്സ് ഹാമർസ്റ്റോൺ എന്ന് പറയുന്ന TNA റെസ്ലിംഗിൻ്റെ താരത്തെ സംബന്ധിച്ചാണ്. മാർച്ച് മാസത്തിൻ്റെ ഒരു പകുതിയോടുകൂടി അലക്സ് ഹാമർസ്റ്റോണിൻ്റെ TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ MLW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന അലക്സ് ഹാമർസ്റ്റോൺ
അദ്ദേഹത്തിൻ്റെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് റസൽ വോട്സിൻ്റെ പോഡ്കാസ്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് മിക്കവാറും ഹാമർ സ്റ്റോണും NXTയിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ഹാമർ സ്റ്റോൺ ഇതിനു മുൻപ് NXTയിൽ 1-2 അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു, 1-2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ താരത്തിനെ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഹാമർ സ്റ്റോണിനെ സർപ്രൈസ് ആക്കിയിട്ടാണ് NXTയുടെ ഷോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. TNA റെസ്ലിംഗിൻ്റെയും NXTയുടെയും പാർട്ണർഷിപ്പ് ഡീൽ പ്രകാരമാണ് ഹാമർ സ്റ്റോൺ അന്ന് TNAയുടെ കോൺട്രാക്റ്റ് ഉള്ളപ്പോൾ NXTയിൽ അപ്പിയർ ചെയ്തത്. അപ്പോൾ അന്ന് ബാക്ക് സ്റ്റേജ് പ്രശംസ നല്ല രീതിയിൽ പിടിച്ചു വാങ്ങാനും ഹാമർ സ്റ്റോൺ സാധിച്ചു. അതുകൊണ്ട് തന്നെ NXTയിലേക്ക് താരത്തിന് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയല്ല. അത് അലക്സ് ഹാമർ സ്റ്റോൺ ഇനി തിരഞ്ഞെടുത്താൽ മാത്രം മതി. ഇനി അഥവാ AEW പോലെയുള്ള മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലേക്കാണ് കരിയർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. താരത്തിന് ഇനി ഏത് റെസ്ലിംഗ് കമ്പനിക്ക് വേണമെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് പോകാമെന്നുള്ളൊരു രീതിയിലേക്കും അദ്ദേഹത്തിൻ്റെ ഫ്രീ ഏജൻറ്റ് സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് UFC നിലവിലെ ഇടക്കാല ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ടോം ആസ്പിനാൽ പങ്കുവെച്ച ഒരു ഡ്രീം ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. 5-6 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് കോഡി റോഡ്സും ടോം ആസ്പിനാലും ടീം ആയിക്കൊണ്ട് ജോൺസിനെയും നിലവിലെ UFC ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ ജോൺസിനെയും ഒരു ടാഗ് ടീം മത്സരത്തിൽ നേരിടുന്നതിനെ സംബന്ധിച്ച് പങ്കുവെക്കുന്നത്. കോഡി റോഡ്സിൻ്റെയും ടോം ആസ്പിനാലിൻ്റെയും ടീം ബേബി ഫേസ് ആയിട്ടും അപ്പുറത്ത് ജോൺസണയുടെയും ജോൺ ജോൺസിൻ്റെയും ടീം ഒരു ഹീലായിട്ടുമുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സാധ്യതകളാണ് അവിടെ അദ്ദേഹം ഒരു ആഗ്രഹം പോലെ തുറന്നിടുന്നത്. എന്നാൽ ഇന്നലെ ലോഗൻ പോളിൻ്റെ ഇമ്പൾസീവ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്ന ടോം ആസ്പിനാൽ അദ്ദേഹത്തിൻ്റെ WWEയിലേക്കുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള വാതിലുകൾ തുറന്നിടുന്നുണ്ട്. UFC-യുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം WWEയിൽ ഒന്ന് വന്ന് കൈ നോക്കുമെന്നുള്ളതും ടോം ആസ്പിനാൽ ഉറപ്പ് നൽകുന്നുണ്ട്. അതിന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നുള്ളതും ടോം ആസ്പിനാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് മാഞ്ചസ്റ്ററിലേക്ക് എത്തിയ WWE ഷോയിൽ ടോം ആസ്പിനാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് അദ്ദേഹം റിങ്ങിൽ കയറുന്ന സമയത്ത് അവിടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധറും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും ഉണ്ടായിരുന്നു. അന്ന് ചില മൂവ്സ് ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ UFC തനിക്ക് മുന്നിൽ വലിയ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് തനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നും 1-2 പഞ്ചുകൾ ചെയ്യാൻ തൻ്റെ മനസ്സിങ്ങനെ വെങ്ങൽ കൊള്ളുന്ന ഒരു സമയത്തും UFCയുടെ ആ ഒരു ബ്ലോക്ക് അത് തന്നെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതും ടോം ആസ്പിനാൽ പറയുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സിനെ എല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ തനിക്ക് ആ ഒരു ഷോ കണ്ടതിന് ശേഷം വലിയ താല്പര്യം വർദ്ധിച്ചു എന്നുള്ളതും ടോം ആസ്പിനാൽ ഇന്നലത്തെ ആ ഒരു പോഡ്കാസ്റ്റിൽ പറയുകയുണ്ടായി. അപ്പോൾ WWEയിലേക്ക് വരാനുള്ള താരത്തിൻ്റെ ആഗ്രഹം താരം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോഡി റോഡ്സും ടോം ആസ്പിനാലിന് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ താരത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ താനും നടത്തുമെന്നുള്ളതും മുൻപ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോം ആസ്പിനാൽ ഇതിനോടകം തന്നെ ഇന്ററിം ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിക്കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ്. ജോൺ ജോൺസുമായിട്ടുള്ള ആ ഒരു UFC അൺഡിസ്പ്യൂട്ടഡ് ഹെവി വെയ്റ്റ് ടൈറ്റിൽ മത്സരം കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് സാധ്യത ഉണ്ടെന്നുള്ളതും ടോം ആസ്പിനാൽ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ടോം ആസ്പിനാൽ WWEയിലേക്ക് വരികയാണെങ്കിൽ UFC-യിൽ നിന്ന് WWEയിലേക്ക് വരുന്ന മറ്റൊരു ചാമ്പ്യൻ എന്നുള്ളൊരു അച്ചീവ്മെൻറ്റും കൂടി ടോം ആസ്പിനാലിന് നേടാൻ സാധിക്കും. ടോം ആസ്പിനാലും കോഡി റോഡ്സും ടീം ആയിക്കൊണ്ട് ജോൺ ജോൺസ് എന്ന് പറയുന്ന UFC-യിലെ ഏറ്റവും മികച്ച ഫൈറ്റർ അവർക്കെതിരെ ഒരു ഡ്രീം മാച്ച് നടക്കുകയാണെങ്കിൽ, നടക്കാൻ സാധ്യത ഇല്ലെന്നറിയാം, നടക്കുകയാണെങ്കിൽ അതിൽ ആര് വിജയിക്കും? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.